ഭൂതങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിൻ. ബാഗ്പൂർ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പാതിരാത്രി ഒരു ട്രെയിൻ വന്ന് നിൽക്കാറുണ്ട്. ആ ട്രെയിൻ വരുന്നതിന് മുമ്പ് സ്റ്റേഷനിലാകെ കലപിലയായിരിക്കും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പെട്ടെന്ന് പെട്ടെന്ന് കഥ അടച്ചോളൂ, അല്പസമയത്തിനുള്ളിൽ ട്രെയിൻ വരും. അത് വരുമ്പോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ജീവനോടെ കാണില്ല. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അടച്ചോളൂ. പല കൊല്ലങ്ങളായി ഇതുപോലെയാണ് ആ നാട്ടിൽ സംഭവിക്കുന്നത്. ഈ ട്രെയിൻ ഏത് നാട്ടിൽ നിന്നുമാണ് വരുന്നത്, ഈ ട്രെയിൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. പിന്നീട് ഈ ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന സഞ്ചാരികളൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ കാണാതെയാകുന്നു. ഇതുവരെയും ആർക്കും അറിയില്ല അവരെങ്ങോട്ടാണ് പോയതെന്ന്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ആ ട്രെയിൻ വരുന്ന സമയത്ത് എന്നത്തെയും പോലെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നയാൾ ജനൽ അടയ്ക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്ന് അയാളെ അതിൽ നിന്നും തടഞ്ഞു. ആ കഥ ഒന്ന് അടയ്ക്കല്ലേ. ഈ സ്ഥലത്ത് ഏത് ട്രെയിൻ ആദ്യം വരും അതിനൊരു ടിക്കറ്റ് ഇതാ. നിങ്ങൾക്ക് എന്താ മരിക്കാൻ അത്രയും ഇഷ്ടമാണോ? ഇപ്പൊ വരാൻ പോകുന്ന ട്രെയിൻ അത് എവിടെയും പോവില്ല. അത് പോയാൽ പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞ് ഇനിയൊരു ട്രെയിൻ വരും. എടാ ചെക്ക, എനിക്ക് 4 മണിക്കൂർ ഒന്നും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. നീ ടിക്കറ്റ് തന്നെ. ഇയാള് പറഞ്ഞ അനുസരിക്കില്ലല്ലോ. ദാ പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോ. അനിയ ഒരു ചായ കിട്ടോ? മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. ഇയാൾക്ക് ചായ അല്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ തരില്ല. മര്യാദക്ക് വെക്കോ. പക്ഷെ ട്രെയിൻ വന്നാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയൂ. ആശാനെ, ഇപ്പൊ വരുന്ന ട്രെയിനിൽ ഒരു ഒറ്റ ഒരുത്തരും കയറാറില്ല. ദാ ഇയാൾക്ക് ജീവന് കൊതിയുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്. പോ പോ പോ, ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഈ ട്രെയിനിൽ നിന്ന് ഹോറൺ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആ ടിക്കറ്റുകാരൻ ഈ ട്രെയിൻ എവിടെയും പോകില്ലെന്ന് പറഞ്ഞത് കള്ളാണോ? ശരി, വരുന്നവരോട് ചോദിച്ചു നോക്കാം. ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? ട്രെയിൻ പുറപ്പെടാറായല്ലോ. ഞാൻ പോകേണ്ട സ്ഥലം അടുത്ത സ്റ്റേഷനാണല്ലോ. തീർച്ചയായും ഈ ട്രെയിൻ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും. ഹലോ, ഇയാൾ എങ്ങോട്ട് പോവുക? അതിൽ പോയാ മരണം തീർച്ചയാ. എടോ അനിയ, ഞാൻ അടുത്ത സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. ഇതിൽ നിറയെ പേരുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഇതിൽ യാത്ര ചെയ്യുന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തും. നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാണോ? അല്ലെങ്കിൽ നീ ഞങ്ങളെ ജീവനോടെ കത്തിക്കാൻ വന്നതാണോ? കൊണ്ട് ഞങ്ങളെ എല്ലാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ മരിക്കില്ല. മരിക്കാൻ പോകുന്നത് നീയാണ്, നീ മാത്രം. പാവ ഇങ്ങേര് മരിച്ചുപോയി. ഞാൻ ഇയാളോട് പലതവണ പറഞ്ഞതാണ്, പോകരുത്, പോയാൽ മരിക്കുമെന്ന്. ഞാൻ ടിക്കറ്റ് കൊടുക്കാതിരുന്നാൽ ഇങ്ങനെ മരിക്കില്ലായിരുന്നു. ഈ സ്റ്റേഷൻ മാസ്റ്ററോട് എനിക്ക് വളരെ മര്യാദയുണ്ട്. ഈ രഹസ്യ ട്രെയിൻ എപ്പോഴിവിടെ വരാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഇത് 8ാമത്തെ മരണമാണ്. അതുകൊണ്ട് ഇതിന് സ്റ്റേഷൻ മാസ്റ്റർ ഉത്തരം പറഞ്ഞേ മതിയാവൂ. കാരണം അദ്ദേഹം ഗ്രീൻ സിഗ്നൽ കാണിച്ചതിന് ശേഷമല്ലേ ട്രെയിൻ പുറപ്പെടുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, പിന്നെ ഈ ട്രെയിനിൽ നിന്നും ഇറങ്ങുന്നവരെല്ലാം ആര്? മാത്രമല്ല ഇറങ്ങിക്കഴിഞ്ഞ കുറച്ചു നേരത്തിൽ അപ്രത്യക്ഷമാവുന്നു. അത് ഞാനെങ്ങനെ പറയാനാ? ഞാനും ബാക്കിയുള്ളവരെ പോലെ പേടിച്ച് ഓഫീസ് റൂമിൽ പോയി ഒളിയേയല്ലേ. ആവശ്യമില്ലാത്ത കള്ളം പറയരുത്. നിങ്ങൾ പുറത്തു വന്ന് ഗ്രീൻ സിഗ്നൽ കാണിക്കുമ്പോഴാണ് ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത്. സത്യം പറയുന്നതാണ് നല്ലത്. ഇതാ നോക്കിയേ ഇൻസ്പെക്ടർ, ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഈ മൊത്തം സ്റ്റേഷനും എന്റെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ എന്റെ പേരിൽ പഴിചാരുന്നത് കാരണം ഈ സ്ഥലം വിട്ടേരും നിങ്ങളെ മാറ്റാൻ കഴിയും. മനസ്സിലായോ? നിങ്ങൾ എന്റെ കൂടെ വരൂ.